UGC അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അവരുടെ കോഴ്സുകൾ അങ്ങനെ തന്നെയാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് ആൻ എഡ്യൂക്കേഷൻ. അതൊരു എഡ്യൂക്കേഷൻ മാത്രമല്ല, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു എംപവർമെന്റ് കൂടിയാണ്. സോ വൈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഗ്രോയിങ് ഫാസ്റ്റ്? ഒന്ന്, നമുക്ക് ലോകത്ത് എവിടെ വെച്ച് നമുക്ക് പഠിക്കാം. സോ നമ്മുടെ രാജ്യം വിഷയമല്ല, നമ്മുടെ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ലേണേഴ്സ് ആവാൻ പറ്റും. പിന്നെ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റും. സോ ഈ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അലൂമിനൈ നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മൾ പഠിച്ച ബാച്ചുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. നമുക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ സീനിയേഴ്സ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. സോ അവരൊക്കെ ആയിട്ടൊരു കണക്ഷൻ ആകുമ്പോൾ ഒരു ഗുണനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് അവർ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, MNCസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, സ്വന്തമായിട്ട് ബിസിനസ് ഉള്ളവരായിരിക്കാം. സോ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ അവരുമായിട്ടുള്ള ഒരു കണക്ടിവിറ്റി കിട്ടുന്നതാണ്. സോ അവരെ ഉദാഹരണത്തിന് ഒരാള് അയർലൻഡിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജർമ്മനിയിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനി ഉണ്ടാകും. ഒക്കെ നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് ജർമ്മനി ഇഷ്ടമാണ്, എനിക്ക് ആ രാജ്യത്തേക്ക് പോയി പുതിയൊരു എന്താ പറയുക ജോലി ചെയ്യുന്ന താല്പര്യമുണ്ട്. സോ യു ക്യാൻ കണക്ട് ചെയ്ത് നമുക്ക് അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു, അഫോർഡബിൾ ആണ്. പിന്നെ അടുത്തൊരു കാര്യം സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്. സോ അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസ് അവർ കിട്ടുന്നു. പിന്നെ വർക്കിംഗ് പ്രൊഫഷണൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കില്ലുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഡിമാൻഡ് ഉണ്ട്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരുപാട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് നമ്മൾ ചാനൽ പാർട്ട്നേഴ്സ് ആണ്. നമ്മുടെ അമൃത യൂണിവേഴ്സിറ്റി ആയിട്ട് ചാനൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അമിച്ചി യൂണിവേഴ്സിറ്റി, അമൃത യൂണിവേഴ്സിറ്റിക്ക് എല്ലാവർക്കും അറിയാമല്ലേ? സോ അമിച്ചി യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ? അമിച്ചി യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവർക്ക് 12 യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഇന്ത്യയിലുണ്ട്. അവർക്ക് അതുപോലെ തന്നെ 12-13 യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അവർക്ക് ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ ഉണ്ട്. ഓക്കെ. മാത്രമല്ല ഇന്ത്യയിലെ ആദ്യമായിട്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ അംഗീകാരം കിട്ടിയത് അവർക്കാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്? സോ മണിപ്പാൽ യൂണിവേഴ്സിറ്റി, സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റിക്ക് അവർക്ക് ഈവൻ പുറത്ത് തന്നെ ഏകദേശം 200ഓളം യൂണിവേഴ്സിറ്റി പാർട്ട്നേഴ്സ് ഉണ്ട്. 200ഓളം യൂണിവേഴ്സിറ്റി പാർട്ട്നേഴ്സ് ഉണ്ട്. പുറത്തെ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് പാർട്ട്നർഷിപ്പ് 200 അതിൽ കൂടുതലുണ്ട്. വരുന്നത് സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി. സിക്കിം മണിപ്പാൽ കേട്ടിട്ടുണ്ടോ? സിക്കിമിലുള്ള യൂണിവേഴ്സിറ്റിയാണ് സിക്കിം യൂണിവേഴ്സിറ്റി. സോ അവരായിട്ട് മേർജ് ചെയ്ത സിക്കിം മണിപ്പാൽ യൂണിവേഴ്സിറ്റി. സോ വിജ്ഞ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിലുള്ളതാണ്. യനപ്പോയ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ട്? യനപ്പോയ് യൂണിവേഴ്സിറ്റി മാംഗ്ലൂരുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. സോ വൺ ഓഫ് ദി MBBSന് വളരെ പേര് കേട്ട വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവരൊരു കാര്യത്തിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഹ്യൂമൻ ബോഡീസ് എല്ലാവർക്കും അവൈലബിൾ ആണ്. സോ അവർക്ക് അതിൻ്റെ സിമുലേറ്റർ കൊണ്ടുവന്നു, 3D സിമുലേറ്റർ കൊണ്ടുവന്ന ഫസ്റ്റ് യൂണിവേഴ്സിറ്റി അവരാണ്. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് യനപ്പോയ് യൂണിവേഴ്സിറ്റി. സോ ഇവരെല്ലാം ചാനൽ പാർട്ട്നേഴ്സ് ആണ്. സോ ഇവരുടെ ഓൺലൈൻ UG PG പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നു. സോ ഓക്കെ, ഇതെല്ലാം UGC എൻടൈറ്റിൽഡ് പ്രോഗ്രാംസ് ആണ്. സോ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള UG and PG പ്രോഗ്രാംസിൽ വരുമ്പോൾ നമുക്ക് BBA, BCom, BCA, then BA, MBA, MCA, MCom, MA, MSc പ്രോഗ്രാം ഡിഗ്രീസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ അതിന് കൂടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ്, പുതിയ സ്പെഷ്യലൈസേഷൻസ് ഒരുപാടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ബിസിനസ് അനലിറ്റിക്സ്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് IT പ്രോഗ്രാംസ്. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മേക്ക് ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്സ്.
നമ്മുടെ മാർക്ക് കണ്ടുകൊണ്ട് മാത്രം കോഴ്സിന് പോകും. അതൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. ഞാനത് പറയാനുള്ള കാരണം ഉദാഹരണമാണ്. എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മക്കള് രണ്ടുപേര്, ഒരാൾ ബ്രദർ ആൻഡ് സിസ്റ്റർ ആണ്. രണ്ടുപേരും ഏകദേശം ഒരു 1 year ഗ്യാപ്പ് കൂടി. ഞങ്ങൾക്കറിയാവുന്നത് ചെറുപ്പം മുതൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ക്ലാസ്സിൽ 1 മുതൽ 4 വരെ റാങ്കിങ്ങിൽ എന്നും അവരുടെ എല്ലാ വർഷവും എല്ലാ ക്ലാസ്സിലും മാത്സൊക്കെ നല്ല മാർക്കാണ് 2 പേർക്കും. പക്ഷേ ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ കസിൻ ബ്രദർ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ മാത്സിന്റെ മാർക്ക് വരുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞിട്ട് ആണെങ്കിൽ എഞ്ചിനീയറിംഗിന് മാത്സിന് നല്ല മാർക്ക്, സയൻസിന് നല്ല മാർക്ക്, ഓൾമോസ്റ്റ് 95 to 100% മാർക്ക് നിലനിർത്തിക്കൊണ്ടുള്ളത്. എന്നിട്ട് അവസാനം 1 year ആവാറായപ്പോഴത്തേക്കും ആൾക്ക് മനസ്സിലായി എഞ്ചിനീയറിംഗ് ആയിട്ട് അല്ല. പിന്നെ പറ്റിയത് അവിടുന്ന് ചാടി പോകുന്നത് ഈ 1 വർഷത്തിനുള്ളിൽ കിട്ടി എല്ലാ 2 വിഷയത്തിനും എനിക്ക് ബാക്കി എല്ലാ ദിവസവും. അങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. ആളവിടെ നിർത്തി പോന്നു. ചാച്ചന് ഒരുപാട് ഒത്തിരി വഴക്ക് പറഞ്ഞു. ഭയങ്കര വിഷമമായി. കാരണം അത്രയും പൈസ കൊണ്ടേ മുടക്കി, ഡൊണേഷനും കൊടുത്തു, ഫീസും കൊടുത്തു. ആള് പറഞ്ഞ എനിക്ക് പറ്റില്ല. എന്നിട്ട് അവസാനം അവിടെ നിന്ന് ചാടി പോകും. ചാടി വീട്ടിലെത്തി. ഒരു 3-ാം വർഷം അവിടെ ഭയങ്കര വിഷമായി. സോ അതേപോലെ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് മാത്രം നോക്കി പോയിരുന്നില്ല. പിന്നെയാണ് ചോദിച്ചത്, ഈ 4 വർഷം കഴിഞ്ഞ് ചോദിച്ചു, സത്യത്തിൽ ഇതല്ലായിരുന്നു എനിക്ക് ഇഷ്ടം. എന്റെ ഇഷ്ടം പുള്ളിക്ക് അവസാനം പുള്ളിയുടെ ഇഷ്ടം പുള്ളി നോക്കിപ്പോയി. പുള്ളിക്ക് ഒരു ഗവൺമെന്റ് ജോലിയായിരുന്നു പുള്ളിക്ക് എപ്പോഴും മനസ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ആള് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യും. സോ ആ എഞ്ചിനീയറിംഗ് അല്ല, ആൾക്ക് സയൻസ് റിലേറ്റഡ് ആയിരുന്നു ആൾക്ക് ഇഷ്ടം. പിന്നെയാണ് ആള് ചിന്തിച്ചെടുത്തത്. സോ അത്ര അപ്പോ നമ്മുടെ ഇഷ്ടത്തിന് വാല്യൂ ഞാൻ പറഞ്ഞ. ഓക്കെ, സോ ഫോളോയിങ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്ലാനിങ്. കണ്ണു അടച്ച് നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കരുത്. കാരണം നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ആണ്. ദെൻ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്, ഇൻട്രസ്റ്റ് അത് നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. എന്റെ ഇഷ്ടങ്ങൾ അത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. സക്സസ് ഹാപ്പൻസ് വെൻ ടാലൻസ് മീറ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ടാലന്റിനനുസരിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് മാച്ച് ആകുന്ന ഒരു ഫീൽഡിൽ ആയിരിക്കും നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടും. അത് വർക്കൗട്ട് ആവണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് നിൽക്കണം, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സോ എല്ലാ സ്റ്റുഡൻസും വ്യത്യസ്തരാണ്. ഓരോ സ്റ്റുഡൻസിനും അവരുടേതായ കഴിവുകൾ. സോ ഹവാർഡ് ഗാർട്ട്നർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളി പറഞ്ഞിരിക്കുന്നതാണ്, ഒരു ആളുടെ സ്റ്റഡീസിൽ ആൾ പറഞ്ഞിരിക്കുന്നതാണ്, എല്ലാ സ്റ്റുഡൻസിനും ഡിഫറൻ്റ് ആണ്. അത് എല്ലാ രീതിയിലുമാണ് കഴിവുകൾ, പല രീതിയിലുമാണ്. സോ മാർക്ക് cannot measure സ്റ്റുഡൻസ് ട്രൂ പൊട്ടൻഷ്യൽ. മാർക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരാളുടെ പൊട്ടൻഷ്യലിനെ എന്ത് ചെയ്യാൻ പറ്റും, കഴിവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എത്രയോ പേര് സ്പോർട്സ് ഇഷ്ടമുള്ളവരുണ്ട്, പക്ഷെ അവർ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല. ശരിയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, AR റഹ്മാൻ ഒരു സയന്റിസ്റ്റ് ആകും, ഒരു ഡോക്ടർ ആകും, അവരെ അവരുടെ പേരൻസും ടീച്ചേഴ്സും സയൻസിന് മാർക്ക് കൊടുക്കുക, മാത്തമാറ്റിക്സിന് മാർക്ക് കൊടുക്കുക, ഇതിനൊക്കെ വെച്ച് അളന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് AR റഹ്മാനെ കിട്ടില്ലേ? ശരിയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ ഒരു പൈലറ്റ് അല്ല, വിരാട് കോഹ്ലി ഒരു സയന്റിസ്റ്റ് അല്ല, ശരിയാണ്. മോഹൻലാൽ ഒരു ഡോക്ടർ. സോ ഹി ഈസ് എ ഗിഫ്റ്റഡ് ആക്ടർ. സോ അവർ അവരുടെ കഴിവിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ തിളങ്ങാനായിട്ട്. സോ നമ്മുടെ പാഷൻ, നമ്മുടെ ഇൻട്രസ്റ്റ് അതൊരിക്കലും ഇഗ്നോർ ചെയ്യും. Marks alone cannot measure a student's true ability. A career decision should align with natural abilities.
നമുക്ക് ഓൾറെഡി ഒരു ഇഷ്ടം ഉണ്ടാകും. ആ ഇഷ്ടത്തിന്റെ പുറകിൽ നമുക്കൊരു സ്കില്ല്. എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായില്ല. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചില സമയത്തൊക്കെ തന്നെ 8 മണിക്കൂർ കണ്ടിന്യൂസ് എഴുതി എത്തണം. 8 മണിക്കൂർ ഇരുന്ന് കുത്തിപ്പിടിച്ച് അവിടെ ഇരിക്കും. ചിലപ്പോ എനിക്ക് എന്റെ സന്തോഷമായിരിക്കില്ല, ചിലപ്പോ എനിക്ക് വിഷമം വന്നായിരിക്കും, ചിലപ്പോൾ ഞാൻ ബുക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് അത് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടംപോലെ ബുക്കുകൾ, ഓരോന്നിനും ഓരോ ബുക്കുകൾ എനിക്കിഷ്ടമാണ് എഴുതാൻ. സോ നമ്മുടെ ഇൻട്രസ്റ്റിന്റെ ബാക്കിൽ എന്താവും നമ്മുടെ സക്സസ് ഉണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ആക്ച്വലി ആദ്യം ഒരു 8 ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഹവാർഡ് കണ്ടുപിടിച്ചത്. പക്ഷെ പിന്നീട് അത് 9 എണ്ണമായിട്ട് കണ്ടുപിടിച്ചു. ഇപ്പൊ റീസെന്റ് ഒരു 11 എണ്ണമായിട്ട് കണ്ടുപിടിച്ചു. സോ അതിലേക്കൊന്നും പോകുന്നില്ല. സോ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡിൽ ഇഷ്ടപ്പെടുന്ന, എഴുതാൻ ഇഷ്ടപ്പെടുന്ന, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. ചില സ്റ്റുഡൻസിന്റെ ഈ ടോപ്പ് മാർക്ക് എല്ലാത്തിനും മേടിച്ചവരായിരിക്കില്ല. ഇവരെ അങ്ങ് ഒരു കലോത്സവത്തിന് വിട്ട് കഴിഞ്ഞാൽ ഇവര് പ്രസംഗത്തിന് 1ാം റാങ്ക്. ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാ ഇവർക്ക് 4 അക്ഷരം വന്നിട്ട് മാത്തമാറ്റിക്സ് ഫെയിലായി, വലിയ ഗുണമൊന്നും ഉണ്ടാവും. പക്ഷെ ഇവര് ലാംഗ്വേജിൽ നല്ല ബുദ്ധികളായി. വേറെ ചിലരുണ്ട് ലോജിക്കൽ മാത്തമാറ്റിക്സ്. ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ളവര് നമ്മളെ ആ സ്റ്റുഡൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാക്കുന്നുണ്ട്? എത്ര സ്റ്റുഡൻസ് ഉണ്ടാക്കും ക്ലാസ്സിൽ? 60. ഓക്കെ. സോ 60+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഈ മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയത്ത് ടീച്ചർ പറയും എഴുതി കഴിഞ്ഞിട്ട് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എഴുതാനായിട്ട് പറയില്ലേ. അപ്പൊ ആ സമയത്ത് എത്ര സ്റ്റുഡൻസ് മുന്നോട്ട് കയറി? മോഡൽ ക്ലാസ് 56 പേരുണ്ടായിരുന്നു. 56 പേരിന്റെ എത്ര സ്റ്റുഡൻസ് മാത്തമാറ്റിക്സ് ആ കണക്ക് എഴുതാൻ വേണ്ടി പെട്ടെന്ന് തന്നെ കണക്ക് എഴുതി സോൾവ് ചെയ്തിട്ടുണ്ട്? ടീച്ചറെ ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്തു. കുറച്ച് പേരുണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. 10 പേരുണ്ടായിരുന്നു. 10 പേരുണ്ട്. എന്നാ എല്ലാവരും അപ്പൊ ഈ 10 പേരായിരിക്കും ടീച്ചറിന്റെ ഏറ്റവും ഫേവറേറ്റ്. ശരിയാണോ? മാത്തമാറ്റിക്സ് ടീച്ചറിന്റെ ഏറ്റവും ഫേവറേറ്റ് 10 പേരായിരിക്കും. അപ്പൊ നമ്മുടെ പേരന്റ് ഈ PTA മീറ്റിംഗിൽ വരുവാണ് ഈ പേരൻസ് ടീച്ചറിനെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ ഈ 10 പേര് ടീച്ചേഴ്സ് പറയും നല്ല കുട്ടി, നന്നായിട്ട് പഠിക്കുന്നു, സന്തോഷമായി. എന്നാ ബാക്കി 10 പേര് കഴിഞ്ഞിട്ട് പറയും ഇതെന്നാ പഠിക്കണമെന്നില്ലേ? അല്ല ടീച്ചർ ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടാമെങ്കിൽ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല ചോദിച്ചിട്ടില്ലേ? സോ അത് അവരുടെ കുഴപ്പമല്ല, അവർക്ക് കഴിവ് വേറെ. അതിന്റെ അടുത്ത വിഷ്വൽ ഡിസൈൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ. സോ ഇടയ്ക്ക് ഒരു പറഞ്ഞു കൂട്ടത്തില് ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പറഞ്ഞു കൂട്ടത്തില് ഈ ഇമേജറി റിലേറ്റഡ് ആയിട്ടൊരു കാര്യം, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, മെഡിക്കൽ ഇമേജറി കോഴ്സ്. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ കപ്പാസിറ്റി നന്നായി ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഓക്കെ, നമ്മുടെ സെഷൻസ് ചെയ്യാനായി. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് സ്പോർട്സിന് ഇഷ്ടമുള്ളത്. അതെ, അവര് മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് അല്ല. അടുത്ത ആൾക്കാരാണ് ക്ലാസ് ലീഡർ ആവാൻ പറഞ്ഞ അപ്പൊ ചാടിയത്, അങ്ങനെയുള്ളൂ. പക്ഷെ ചിലരുണ്ട് ആവാൻ താല്പര്യം. ഇനി അടുത്ത ആൾക്കാരാണ് അവര് ഭയങ്കര അന്തർമുഖന്മാരാണ്. അവര് എന്താ പറയാ, അവര് അങ്ങനെ മുന്നോട്ടൊന്നും വരില്ല, പക്ഷെ അവർ നന്നായിട്ട് ചിന്തിക്കും, അവർക്ക് അറിയാം അവരാരാണ്, അല്ലെ? ഇനി നേച്ചറിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഒരു ടൂർ പോകാന്ന് പറഞ്ഞാൽ നേരെ തത്തേക്കാട് പോയി, ചിലപ്പോൾ തത്തേക്കാട് 10 പ്രാവശ്യം പോകാണ്, വേറെ പോകാൻ താല്പര്യമില്ല. കാരണം നേച്ചറാണ് ഇഷ്ടം. അവർക്ക് പാലസിൽ പോകാൻ താല്പര്യമില്ല. നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ആൾക്കാരുണ്ട് എന്താ പറയാ, ലൈഫിനെ കുറിച്ച്, അത് അടുത്താണ് എക്സിസ്റ്റൻഷ്യൽ എന്ന് പറയുന്നത്. അവര് എന്താ പറയാ, ലൈഫിനെ കുറിച്ച് ഒരുപാട് മീനിങ് ഫുൾ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് ഞാൻ എന്താവും, നിന്റെ ലൈഫ് എന്താവും, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ. സോ ഇങ്ങനെയൊക്കെ വരുന്ന കാറ്റഗറീസ് ഓരോരുത്തരും ഓരോന്നാണ്. ഇനി അടുത്ത് ജസ്റ്റ് നോക്കാം, നമ്മുടെ സ്ലൈഡ്സ് തീരാതെ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ആവാൻ പറ്റില്ല, എഞ്ചിനീയറിംഗിലേക്ക് പോകാൻ പറ്റില്ല. ചിലർക്ക് എഞ്ചിനീയേഴ്സ് ആവുമ്പോൾ എഞ്ചിനീയറിംഗ്, AI, IT. രണ്ടാമത്തെ വരുന്നത് ലിംഗ്വിസ്റ്റിക്, ഭാഷകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവർക്ക് ലോ ജേർണലിസം ടീച്ചർ,
ഇനി അടുത്ത് വരുന്നത് ഗ്രാഫിക് ഡിസൈൻ. ഇങ്ങനെ പല കഴിവുകളനുസരിച്ച് പലർക്കും പല മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. സോ എല്ലാ സ്റ്റുഡൻറ്റും ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എൻകറേജ് ചെയ്യുന്നത്, അവരെ അതിലെങ്ങനെ വളരാൻ പറ്റും എന്നുള്ള കാര്യം അന്വേഷിക്കുക, പഠിക്കുക, അവരെ എൻകറേജ് ചെയ്യുക. ഓക്കെ. A supportive parent can change a student's future. So, എപ്പോഴും ഫുൾ ടൈം ലേണർ ആകുക എന്നുള്ളതാണ്. എന്ത് പഠിച്ചാലും ഇപ്പോൾ നമ്മളൊരു എഞ്ചിനീയറിംഗിന് പോയാലോ ഡോക്ടർ ആകാൻ പോയാലോ നഴ്സിംഗ് എടുത്താലോ ഏത് കോഴ്സ് എടുത്താലും ബി എ ഫുൾ ടൈം ലേണർ. ഓക്കെ. സോ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒന്ന് കരിയർ ഗൈഡൻസ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, അഡ്മിഷൻ സപ്പോർട്ട് ഉണ്ട്, ഓൺലൈൻ UG PG പ്രോഗ്രാംസ് ഉണ്ട്. അത് മാത്രമല്ല ഈവൻ സ്റ്റഡി അബ്രോഡ് ആണെങ്കിലും മറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻസ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സ്റ്റുഡൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മെന്ററിംഗ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ ചോദ്യം ചോദിക്കുക, ഡോണ്ട് ആസ്ക് ഈ കോഴ്സ് പോപ്പുലർ ആണോ എന്നല്ല ചോദിക്കുന്നത്, എൻ്റെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സ് തന്നെയാണോ ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന പാത്ത് റൈറ്റ് ആണ്. ഓക്കെ. സോ നമ്മൾ ഇത് മാത്രമല്ല, നമുക്ക് ഇൻ കേസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും സെൽഫ് ഡൗട്ട് ഉണ്ട്, എന്ത് കോഴ്സിന് പോകണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ കം ടു അവർ ഓഫീസ്, ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക. നമുക്ക് അവിടെ സൈക്കോ അനാലിസിസ് ടെസ്റ്റ് വഴി അവരുടെ സ്ട്രെങ്ത് എന്താണ്, സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കി റൈറ്റ് ആയിട്ടുള്ള ഫീൽഡ് ഏതാണ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ, കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. സോ കൈൻഡ്ലി റിമെമ്പർ യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഓർക്കുക, അവരോട് സ്നേഹമുള്ള. താങ്ക് യു സോ മച്ച്.